ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ സമാധാനവും ശാന്തിയും നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1286 രാജകൊട്ടാരത്തിൽ ജനിച്ച അന്ധയും വികലാംഗയും വിരൂപയുമായ പെൺകുട്ടിയായിരുന്നു കാസൽലോയിലെ വാഴ്ത്തപ്പെട്ട മാർഗരറ്റ്. മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അവളെ തള്ളിക്കളഞ്ഞപ്പോഴും ദൈവസ്നേഹത്താൽ അവൾ നയിക്കപ്പെട്ടു. ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേർന്ന അന്ധയായ മാർഗരറ്റ് 150 സങ്കീർത്തനങ്ങളും 2 ദിവസം കൊണ്ട് മനഃപ്പാഠമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും പോലും ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഉണ്ണീശോയെ മാതാവ്
സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഹൃദയസ്ഥമാക്കാൻ സഹായിച്ചിട്ടുള്ളതുപോലെ നമുക്കും നമ്മുടെ കുഞ്ഞു മക്കളെ പ്രാർത്ഥനകളും വിശുദ്ധരുടെ ജീവിതകഥകൾ പറഞ്ഞുകൊടുത്തും വളർത്താം. അതുവഴി ഈ ലോകത്തിൻ്റെ അറിവുകളെ തോൽപ്പിക്കുന്ന ദൈവിക ജ്ഞാനത്താൽ അവർ നിറയും. ഇന്ന് ഖത്തറിൽ നിന്നുള്ള ഈ കുഞ്ഞു മക്കളുടെ ഈശോയോടൊപ്പമുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ പ്രീതിയിലും വളർന്നു വന്ന ഈശോയെപ്പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 18-16 തിരുവചനം. യേശു പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയണ്ട. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാകുന്നു. നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ പല കുടുംബങ്ങളിൽ നിന്നുള്ള ഏതാനും കൊച്ചുകുട്ടികളെ നമുക്കിന്ന് പരിചയപ്പെടാം. ആൻറ്റി ഇന്ന് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ എല്ലാവരുടെ അമ്മമാർ നേഴ്സുമാരല്ലേ? അതെ ആൻറ്റി. ആൻറ്റി, എൻ്റെ പപ്പയും നേഴ്സാ. ആണോ? നല്ല കാര്യം. നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും നേഴ്സസ് മിനിസ്ട്രിയിൽ പ്രേരണ വരുന്നത് ആൻറ്റി കാണാറുണ്ട്. നിങ്ങളുടെ കൊച്ചു ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് നമുക്ക് കൂട്ടുകാരുടെ ഇടയിലൊന്ന് പങ്കുവെച്ചാലോ? അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആൻറ്റിയുടെ പേര് ലിജി എബി. എൻ്റെ പേര് അന്ന മാത്യു, ഞാൻ 7th ഗ്രേഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് ദിയ റോസ് ദിലീപ്, ഞാൻ 5th ഗ്രേഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് എസ്തർ ബിജു, ഞാൻ 5th ഗ്രേഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് എമിറോസ് ജോജി, ഞാൻ 7th ഗ്രേഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് കേറ്റ്ലിൻ ജോജി, ഞാൻ 7th ഗ്രേഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജേക്കബ് ജോസ്, ഞാൻ 5th ഗ്രേഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഇമ്മാനുവൽ തോമസ്, ഞാൻ 6th ഗ്രേഡിൽ പഠിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ? അതെ. നിങ്ങളെല്ലാവരും എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നതെന്ന് ആരാ പറയുന്നത്? ഞാൻ പറയാം ആൻറ്റി. എമ്മിക്കുട്ടി പറഞ്ഞോളൂ. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പും പഠിക്കുന്നതിന് മുമ്പും കുടുംബ പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പും പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറയാം ആൻറ്റി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, സ്കൂളിൽ പോകാൻ നേരത്തെ പ്രാർത്ഥിക്കും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, യാത്രയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കും, ഉറങ്ങാൻ നേരത്തെ പ്രാർത്ഥിക്കും. ആൻറ്റി, ഞാൻ സൺഡേ സ്പെഷ്യലായിട്ട് ആചരിക്കുന്നുണ്ട്. ആണോ? അന്നമോള് സാബത്തും ആചരിക്കുന്നുണ്ടോ? അതെങ്ങനെയാണെന്നൊന്ന് കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? 3rd കമാൻഡ്മെൻ്റ് അനുസരിച്ച് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നാണല്ലോ. അപ്പം ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോവും, കുർബാന സ്വീകരിക്കും. എൻ്റെ സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ഒരു വിശുദ്ധൻ്റെ പുസ്തകം ഞാൻ വായിച്ചു കൊടുക്കും. ഞങ്ങളന്ന് ടിവിയോ സിനിമയോ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഞങ്ങളൊരു വിശുദ്ധൻ്റെ സിനിമയും കാണും. പ്രൈസ് ദി ലോർഡ്. ഞാനും സാബത്ത് ആചരിക്കാറുണ്ട്. മോൻ പറഞ്ഞോളൂ. നമ്മളന്ന് രാവിലെ എഴുന്നേറ്റ് പള്ളിക്ക് പോകും. നമ്മളന്ന് കുർബാന കൂടുകയും പിന്നെ കാറ്റഗറിസത്തിൽ ദൈവത്തെ പറ്റി കൂടുതൽ അറിയുകയും ചെയ്യുന്നു. നമ്മളന്ന് ചെറിയ ചെറിയ സാക്രിഫൈസസ് ഒക്കെ എടുക്കുകയും പിന്നീട് രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ TV കാണില്ല. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് ഫുട്ബോൾ മാച്ചസ് കാണാറുള്ളതാണ്. പിന്നെ നമ്മൾ 6 മണി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഫുട്ബോൾ മാച്ചസ് കാണാറേ ഉള്ളൂ. നല്ല കാര്യം. ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങളും അന്നമോളും ഇമ്മാനുവലും പറഞ്ഞ പോലെ സൺഡേ സ്പെഷ്യലായിട്ട് ആചരിച്ച് സാബത്ത് എന്താണെന്ന് മനസ്സിലാക്കി സൺഡേ സ്പെഷ്യലായിട്ട് ആചരിക്കണം. ഓക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും നേഴ്സസ് മിനിസ്ട്രിയിൽ പ്രേരണ വരാൻ ഇഷ്ടമല്ലേ? അതെ, ഇഷ്ടമാണ് ആൻറ്റി. അതിനെന്താണ് കാരണമെന്ന് ആരാ പറയുന്നേ? ഞാൻ പറയാം ആൻറ്റി. ആൻറ്റിമാരവിടെ പ്രേസ് ആൻഡ് വർഷിപ്പും വേർഡ് ഓഫ് ഗോഡൊക്കെ ചെയ്യുമ്പോൾ കുറേ മിറക്കിൾസ് ഉണ്ടാവാറുണ്ട്. അവർ ഈശോനെ പറ്റി കൂടുതൽ പറഞ്ഞു തരും. എനിക്ക് കൂടുതൽ അറിയാനും പറ്റും. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈശോ എനിക്ക് സാധിച്ചു തരുന്നത് കൊണ്ടാണ് എനിക്ക് നേഴ്സസ് മിനിസ്ട്രി പോകാൻ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്.
ഞാൻ പറയാം ആൻറ്റി. ചാക്കോച്ചൻ പറഞ്ഞോളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേർഡ് ഓഫ് ഗോഡും പ്രൈസ് ആൻഡ് വർഷിപ്പും ക്വിസ് ടൈമുമാണ്. എനിക്ക് ക്വിസ് ടൈം ഇഷ്ടപ്പെടാൻ കാരണം വചനത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് മിക്കവാറും പ്രൈസ് കിട്ടാറുണ്ട്. നല്ല കാര്യം. നിങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവരെങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിച്ചതെന്നും അവരുടെ എങ്ങനെയാണ് വിശുദ്ധരായതെന്നും നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? ആർക്കാണത് പറയാൻ പറ്റുന്നത്? എൻ്റെ പേരിന് കാരണം വിശുദ്ധ സെയിൻറ്റ് റോസ് ആൻറ്റി. സെയിൻറ്റ് റോസിനെ കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാമോ? ആ, പെറു ക്യാപിറ്റലായ ലീമായിൽ സ്പാനിഷ് മാതാപിതാക്കന്മാരിൽ നിന്നാണ് റോസ് ജനിച്ചത്. ഒരു റോസാ പുഷ്പം പോലെ മനോഹരിയായതുകൊണ്ട് അവളുടെ മാതാപിതാക്കൾ അവൾക്ക് റോസ് എന്ന് പേര് കൊടുത്തു. ചെറുപ്പം മുതലേ അവൾക്ക് ദൈവത്തോട് അഗാധമായ സ്നേഹമായിരുന്നു. ജീവിതത്തിൽ എന്തിനേക്കാൾ ഉപരി അവൾ ദൈവത്തിനെ സ്നേഹിച്ചിരുന്നു. എളിമയിൽ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അവളുടെ സൗന്ദര്യത്തെപ്പറ്റി എല്ലാവരും പ്രൈസ് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് റോസ് മുഖത്ത് പെപ്പർ തേക്കുകയും പാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു. ഈശോയുടെ മുൾക്കിരീടമോർത്ത് അവൾ തലയിൽ ഒരു കട്ടിയുള്ള ഒരു സിൽവർ ബാൻഡ് വയ്ക്കുമായിരുന്നു. കന്യാസ്ത്രീയാകുവാൻ തൻ്റെ പാരൻസ് സമ്മതിക്കാത്തത് കൊണ്ട് റോസ് അവരെ അനുസരിച്ച് കൊണ്ട് ഡൊമിനിക് മൂന്നാം സഭയിൽ ഒരംഗമായി തൻ്റെ വീട്ടിൽ തന്നെ രോഗികളെയും അനാഥരെയും ശുശ്രൂഷിച്ചു. 1817 തൻ്റെ 31ാമത്തെ വയസ്സിൽ റോസ് ഈ ലോകത്തിന് വിട പറഞ്ഞു. 1871 10-ാം ക്ലെമന്റ് മാർപ്പാപ്പ റോസിനെ ഒരു വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മോള് നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നമുക്ക് കൈയടിച്ച് എമ്മിക്കുട്ടി ഒന്ന് പ്രോത്സാഹിപ്പിച്ചാലോ? ആൻറ്റി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധൻ സെയിൻറ്റ് ജോസഫ് ഓഫ് കൂപ്പർത്തീനാണ് ആൻറ്റി. അതെന്താ ആ വിശുദ്ധനെ മോന് ഇഷ്ടപ്പെടാൻ കാരണം? കാരണം അദ്ദേഹം എക്സാമിന് പഠിക്കുന്ന കുട്ടികളുടെ പേട്രോൺ സെയിൻറ്റും പിന്നീട് പറക്കുന്ന വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. അതെന്നാ പറക്കുന്ന വിശുദ്ധൻ? അദ്ദേഹം ഇറ്റലിയിലെ കുപ്പർത്തീന എന്ന ചെറിയ ഗ്രാമത്തിലെ അച്ഛനാകാൻ വേണ്ടി പഠിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം കുളത്തിന് അരികിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് തൊട്ടരികിൽ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം അത് കഴുകിക്കൊണ്ടിരിക്കുകയും അത് ബാറിൻ്റെ സോപ്പിൽ അത് വഴുതി വീഴുകയും മാതാവുമായിട്ട് താഴെ വീഴുകയും അത് പൊട്ടിപ്പോവുകയും ചെയ്തു. അവിടെയുള്ള എല്ലാ അച്ഛന്മാരും അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു. ആകെ പൊട്ടാത്തൊരു പീസായിരുന്നു ആ മാതാവിൻ്റെ തലയുള്ള ഭാഗം. പിന്നീട് തലയുള്ള ഭാഗം ജനാലയുടെ അരികിൽ വെക്കുകയും അതിനോട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം പൊങ്ങുകയും താഴുകയും ചെയ്യായിരുന്നു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിനെ അൽത്താരഭാരം മറ്റെല്ലാവരും അച്ഛന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പൊങ്ങുകയും പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ അത് താഴ്ന്നു വരികയും ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറക്കുന്ന വിശുദ്ധൻ എന്നറിയപ്പെടുന്നത്. മിടുക്കൻ. ഇമ്മാനുവൽ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നമുക്ക് ഇമ്മാനുവലിന് ഒരു പ്രോത്സാഹനം കൊടുക്കണ്ടേ? ഒന്ന് കൈയടിച്ചാലോ? വിശുദ്ധരെക്കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? എമ്മിക്കുട്ടിയും ഇമ്മാനുവലും പറഞ്ഞത്. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ത്യാഗങ്ങളൊക്കെ ഏറ്റെടുത്ത് ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കണം. വിശുദ്ധരെല്ലാവരും നമ്മളെപ്പോലെ ഈ ലോകത്തിൽ തന്നെ ജീവിച്ച് പ്രത്യേകമാം വിധം ഈശോയെ സ്നേഹിച്ചു കടന്നു പോയവരാണ്. അത് തന്നെയാണ് നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ വിഷനും. അതെന്താണ്? വെരി ഗുഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളും നിങ്ങളുടെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോഴത്തേക്ക് അതൊരു വിശുദ്ധിയിലേക്കാണ് ഈശോ നിങ്ങളെ കരകയറ്റി വിടുന്നത്. ഈശോയുടെ ഭൗതിക ശരീരമായ തിരുസഭയെ നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. തിരുസഭയുടെ ഭാവി നിങ്ങളുടെ കരങ്ങളിൽ കൂടെയാണ്. വിശുദ്ധരായ വൈദികരെയും വിശുദ്ധരായ സന്യസ്തരെയും ഒക്കെ ഇനി നിങ്ങളിൽ നിന്നാണ് വരേണ്ടത്. ഓക്കെ? നിങ്ങളുടെ അമ്മമാരെല്ലാവരും നിങ്ങളെ വചനങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ആരൊക്കെയാണ് വചനങ്ങൾ പറയുന്നത്? അന്നമോള് പറഞ്ഞു തുടങ്ങിക്കോളൂ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. എന്നാൽ ശക്തനാകുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. Psalms 91. You who live in the shelter of the Most High, who abide in the shadow of the Almighty, will say to the Lord, my refuge and my fortress. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനം. യേശു ന്യായത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. പ്രൈസ് ദ ലോർഡ്. ആൻറ്റി, എനിക്ക് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ കാണാതെ അറിയാം. മോനൊന്ന് പറയാമോ അത് കൃത്യമായിട്ട്?
St. Matthew, St. Mark, St. Luke, St. John, Acts of the Apostles, Romans, 1 Corinthians, 2 Corinthians, Galatians, Ephesians, Colossians, Philippians, 1 Thessalonican, 2 Thessalonican, 1 Timothy, 2 Timothy, Titus, Philemon, Hebrews, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude and Revelations. വെരി ഗുഡ്, പ്രൈസ് ദ ലോർഡ്. മോൻ എങ്ങനെ ഇത് ഇത്ര കൃത്യമായിട്ട് പഠിച്ചത്? ആദ്യം ഇങ്ങനെ ബൈബിളിൽ പുതിയ പുസ്തകത്തെ ഇങ്ങനെ എടുത്തിട്ട് പിന്നീട് 3 ആയിട്ട് അത് ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ 3 പുസ്തകങ്ങൾ ഇങ്ങനെ പഠിച്ച് കാണാതെ ഇങ്ങനെ എഴുതും. പിന്നെ എഴുതി കഴിഞ്ഞിട്ട് കൂട്ടി ഇങ്ങനെ പഠിക്കും, അത് കാണാതെ ഇങ്ങനെ പറയുകയും ചെയ്യും. വെരി ഗുഡ്. ഈശോ അനുഗ്രഹിക്കട്ടെ. ഇമ്മാനുവൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ബൈബിളിൽ പഠിക്കാനും പറയാനും ഒക്കെ പറ്റും. നിങ്ങളെല്ലാവരും മിടുക്കരായിട്ടുള്ള പിള്ളേരാണ്. വിശുദ്ധ ബൈബിളിൽ നമുക്ക് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ബൈബിൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒത്തിരി ആശ്വാസമുള്ള വചനങ്ങൾ കിട്ടും. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളെന്നും ബൈബിൾ വായിക്കണം, ബൈബിളിൽ തീക്ഷ്ണമായിട്ട് വായിച്ച് പഠിക്കണം. കേറ്റ്ലിൻ സ്പോർട്സിനൊക്കെ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. മോള് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണോ പോകുന്നത്? അതെ ആൻറ്റി. മോളോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകണമെന്ന് ആരാ പറഞ്ഞു തന്നത്? ഇപ്പം അമ്മയാണ് പറഞ്ഞത് ആൻറ്റി. അങ്ങനെ പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഒരു ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് മോക്കൊന്ന് വിശദീകരിക്കാമോ? ആ ആൻറ്റി, ഞാൻ അണ്ടർ 14 ഗ്രൂപ്പിൻ്റെ കൂടെ ഓടുന്നത്. എനിക്ക് 11 ഇയേഴ്സ് ഓൾഡ് ആയതുള്ളൂ. ആദ്യം എനിക്ക് അവരുടെ കൂടെയൊക്കെ ഓടാൻ പേടിയായിരുന്നു. എൻ്റെ അപ്പയും അമ്മയും പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോട്ട് ഓടിയാൽ മതി, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഓടിയിട്ട് എനിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം നവംബറിൽ ബാംഗ്ലൂരിൽ നാഷണൽ മീറ്റിന് പോകാൻ പറ്റി. ഞാൻ പോകുന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്നപ്പോഴും ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എവിടെ പോയാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഓടാൻ പോണ സമയത്തൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്ത കൊണ്ടുപോകുമായിരുന്നു. ഞാൻ എൻ്റെ കൂടുതൽ ഓടുന്നവർക്കും എനിക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നല്ല കാര്യം. ഈശോ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും കേട്ടല്ലോ കേറ്റ്ലിൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, മോൾ എങ്ങനെയാണ് ദൈവിക സംരക്ഷണം മേടിച്ച് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നൊക്കെ. നിങ്ങൾക്കും അതുപോലെ ഉണ്ട്. എല്ലാവർക്കും ഓരോ കഴിവുകൾ ഈശോ തന്നിട്ടുണ്ട്. ചിലർക്ക് പാടാനുള്ള കഴിവുണ്ട്, പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്. അതെല്ലാം ഈശോയുടെ മഹത്വത്തിന് വേണ്ടി, ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നിങ്ങളത് നല്ല രീതിയിൽ ഉപയോഗിച്ച് വളർന്നു വരണം കേട്ടോ. ആൻറ്റിക്ക് കുഞ്ഞാവ് ഉണ്ടാവാൻ പോവാണ് ആൻറ്റി. അതേ മോളെ, ആൻറ്റിക്ക് കുഞ്ഞാവ ഉണ്ടാകാൻ പോവാണ്. ഇത് ആൻറ്റിയുടെ 5ാമത്തെ ബേബിയാണ്. ഓരോ അമ്മയുടെയും ഉദരത്തിൽ കുഞ്ഞുവാവ ഉണ്ടെന്നറിയുമ്പോൾ അവർ പ്രത്യേകമായ വിധം പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, പാട്ടുകൾ കേൾക്കും, വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് നോക്കും. അങ്ങനെയൊക്കെ നിങ്ങളുടെ അമ്മമാർ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വിശുദ്ധിയിലായിരിക്കാൻ പറ്റുന്നതും വചനം പഠിച്ച് തീക്ഷ്ണമായിട്ട് ഈശോയെ സ്നേഹിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നതും. ഇനി വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ആൻറ്റി ഒന്ന് പറഞ്ഞു തരട്ടെ. എന്താണ് വിശുദ്ധ കുമ്പസാരം? പാപങ്ങളിൽ നിന്നുള്ള മോചനവും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി നൽകി നമ്മെ ദൈവത്തോടും സഹോദരരോടും രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം അഥവാ അനുരഞ്ജന കൂദാശ. കുട്ടികളായ നിങ്ങൾ മാസത്തിൽ 1 തവണയെങ്കിലും കുമ്പസാരിക്കണം. നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഒത്തിരി ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ആൻറ്റി വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ഒരു വീഡിയോ കാണാനിടയായി. അതിനകത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ്റെ കാറ്റഗിസം അധ്യാപകനോട് പറയുകയാണ്, സാർ ഞാൻ ചീത്തയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, അല്ല മോനെ, ആരും ചീത്തയല്ല, ദൈവം എല്ലാവരെയും നല്ലവരായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. ആ കുട്ടി ആവർത്തിച്ചു പറഞ്ഞു, ഇല്ല സാർ, ഞാൻ ചീത്തയാ. ഞാൻ ചെയ്തു കൂട്ടിയേക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞാൽ അവർ നെഞ്ചുപൊട്ടി മരിച്ചു പോകും സാറേ. അപ്പോൾ സാർ അവനോട് പറഞ്ഞു, മോനെ നീ പോയി കുമ്പസാരിക്ക്, അതിനല്ലേ ഈശോ കുമ്പസാരം തന്നത്. കുമ്പസാരം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് ദേഷ്യം വന്നു. സാറിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, സാർ ഞാൻ എന്തിനാണ് കുമ്പസാരിക്കുന്നത്? കുമ്പസാരിച്ചിട്ട് ഞാൻ പിന്നെയും പഴയ പാപങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത്, പിന്നെ എന്തിനാ സാറേ ഞാൻ കുമ്പസാരിക്കുന്നത്? അപ്പോൾ ആ സാർ ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ കുമ്പസാരിച്ചിട്ട് നീ പിന്നെയും വീണു പോയാൽ നീ വീഴുന്നത് ഈശോയുടെ മടിയിലേക്കാണ്. കുമ്പസാരിക്കാതെ നീ പിന്നെയും പിന്നെയും പാപം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ വീഴുന്നതോ തറയിൽ തലയിടിച്ചും. 2 വീഴ്ചയ്ക്കും വ്യത്യാസമുണ്ട്. നീ ഈശോയുടെ കരങ്ങളിലേക്കാണ് വീഴുന്നതെങ്കിലോ ഈശോ നിന്നെ താങ്ങിയെടുക്കും, സാരമില്ലെന്ന് പറയും, ഈശോ നിന്നെ ആശ്വസിപ്പിക്കും. അതേ കുഞ്ഞുമക്കളെ, നമ്മളും വീണ്ടും വീണ്ടും കുമ്പസാരിക്കണം. കുമ്പസാരിച്ച് വിശുദ്ധിയിലേക്ക് വളർന്ന് അടുക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽപ്പെട്ട് നമ്മൾ തെറ്റിൽ പോയാലും ഒരിക്കലും നിരാശയിലേക്കോ കുറ്റബോധത്തിലേക്കോ പോകാതെ
നമ്മൾ ഈശോയിലേക്ക് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഓടിയെടുക്കണം. ബൈബിളിൽ പല ഭാഗങ്ങളിൽ ഈശോ പാപം മോചിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആൻറ്റിയെ ഒത്തിരി സ്പർശിച്ച ഒരു ബൈബിൾ ഭാഗമുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 8 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ആൻറ്റി അതൊന്ന് ചുരുക്കി പറയാം. നിയമിക്കരും ഫരിസേയരും കൂടി ഒരു സ്ത്രീയെ ഈശോയുടെ നടുവിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവൾ പാപിനിയാണ്, മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ഈശോ നിലത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഈശോ വീണ്ടും നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ മുതിർന്നവർ മുതൽ എല്ലാവരും അവിടെ നിന്ന് പോയി. ഈശോ നിവർന്നു നോക്കിയപ്പോൾ അവിടെ ആ സ്ത്രീയും ഈശോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശോ ആ സ്ത്രീയോട് ചോദിച്ചു, മോളെ, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. ഈശോ അപ്പോൾ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ സമാധാനത്തിൽ പോയിക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. എത്ര മൗനമായ ഒരു കുമ്പസാരമായിരുന്നു അത്, അല്ലേ? അപ്പോൾ നമ്മൾ എത്ര പാപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഈശോയിലേക്ക് ഓടി എത്തണം. ഈശോ ആ സ്ത്രീയെ വഴക്ക് പറഞ്ഞില്ല, ശകാരിച്ചില്ല, നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ഒന്നും ചോദിച്ചില്ല. ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നീ സമാധാനത്തിൽ പോയിക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. നമ്മുടെ എല്ലാ ഇടവകകളിലും നമ്മുടെ കുമ്പസാരക്കൂട്ടിൽ ഈശോ കരുണാമയനായിട്ട് കാത്തിരിപ്പുണ്ട്. നമ്മൾ ഏത് അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഓടി എത്തി ഈശോയുടെ ഹൃദയത്തിൽ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇനി നിങ്ങളിൽ ആരാണ് പാട്ട് പാടുന്നത്? ഞാൻ പാടാം ആൻറ്റി. ദിയാമോളാണോ പാട്ട് പാടുന്നേ? നല്ല കാര്യം, മോള് പാടിക്കോളൂ. As the deer panteth for the water, so my soul longeth after thee. You alone are my heart's desire, and I long to worship thee. You alone are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship thee. You're my friend and you are my brother, even though you are a king. I love you more than any other, so much more than anything. You alone are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship thee. ദിയാമോൾ നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്തു, അന്നമോൾ കീബോർഡ് നന്നായിട്ട് വായിക്കുകയും ചെയ്തു. നമുക്ക് ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇന്ന് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകരോട്, നേഴ്സസ് മിനിസ്ട്രി ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും അവരുടെ കുടുംബവും ഈശോയെ അറിയണം, വിശുദ്ധരാകണം. സങ്കീർത്തനങ്ങൾ 45:17 പറയുന്നു, തലമുറ തോറും നിൻ്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും. ഇന്നത്തെ നേഴ്സസ് ടൈമിലൂടെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഓരോ ആഴ്ചയിലും നമുക്ക് ലഭിക്കുന്ന ഒഴിവ് ദിവസങ്ങളിലും മറ്റൊഴിവ് സമയങ്ങളിലും ലോകത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് സമയം ചെലവിടാൻ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ നമുക്കൊന്ന് ഓർക്കാം, അനേകം സക്രാരികളിൽ ആരും സംസാരിക്കാനോ സ്നേഹിക്കാനോ ഇല്ലാതെ നമ്മുടെ ഈശോ വേദനിക്കുന്നുണ്ട്. അല്പസമയം നമ്മുടെ ദേവാലയത്തിലോ വീട്ടിൽ തന്നെയോ ഈശോയോടൊപ്പം കുടുംബത്തോടൊപ്പം ഇരുന്ന് നമുക്ക് അവിടുത്തോട് സംസാരിക്കാം, സ്നേഹിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബം മുഴുവനും അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം നമ്മുടെ മേൽ വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ അളക്കാനാവുമോ? അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി
ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.